പാർട്ടി നടപടിയെടുക്കുമ്പോൾ പാർട്ടിക്ക് ഇതിലൊരു വ്യക്തത വേണ്ടത് താങ്കളെ അതെനിക്കറിയില്ല. അറിയാത്തൊരു കാര്യത്തിന് വില നമ്മളെങ്ങനെ രക്തസാക്ഷിയാക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്തയില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ആർക്കൊക്കെയോ വേണ്ടി രക്തസാക്ഷിത്വം അല്ല. നമ്മളൊരു സമരത്തിൻ്റെ ഭാഗമായിട്ട് രക്തസാക്ഷിയാവുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനമുള്ളൂ. ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാവുന്നതിനകത്ത് എനിക്ക് ഒരു പ്രയാസമില്ല. അത് ഞാനാവും. ആർക്കും അങ്ങനെ എനിക്ക്, അതായത് ആർക്കോ വേണ്ടി രക്തസാക്ഷിയാവേണ്ടതില്ല. 6 ആളിവിടെ വരണ്ടേ? അതായത് എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ ജീവിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ വെച്ചതിനകത്ത് ഇങ്ങനെ ഒരു കാര്യത്തിനകത്തെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് പറയണ്ടേ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ അകത്ത് ഒരു സത്യസന്ധത ഉണ്ടാവുള്ളൂ. പറയണം. ബാക്കി ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി, താങ്കൾ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നല്ലോ. കോഴിക്കോട് സിപിഎമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നേതാക്കൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ പ്രവർത്തന സമയത്ത്? അതായത് സുഹൃത്തുക്കളെ, ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഒരാളൊന്നുമല്ല. അത് സുഹൃത്തുക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പക്ഷത്തിൻ്റെയും കൂടെ അല്ലാതെ ഈ കോഴിക്കോട് നഗരത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യന്മാരുടെ കൂടെ ജീവിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. ഈ കോവിഡ് കാലത്ത് ഈ നഗരത്തിനകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക്, പേരറിയാത്ത വീടറിയാത്ത മനുഷ്യർക്ക് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞത് വരെ ഭക്ഷണം കൊണ്ടുകൊടുത്ത മനുഷ്യനാണ് ഞാൻ. ആ കൊണ്ടുകൊടുത്ത മനുഷ്യൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആ ഒരു സ്നേഹത്തിലും അതിൻ്റെ കാര്യത്തിലുമാണ് പോകുന്നത്. ഇവിടെ കോവിഡ് ഉണ്ടായ സമയത്ത്, പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാത്തിനകത്തും എന്തുണ്ടായിട്ടുണ്ട്? പ്രമോദ് എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതിനകത്ത് എന്തുണ്ട്? സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. അതിനപ്പുറത്തില്ല. അതുതന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. എൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഇത്രയും ദിവസം ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് ഉൾപ്പെടെ ഇങ്ങനെ ചിത്രം വെച്ച് പ്രമോദ് കോട്ടൂളി എന്ന് പറയുമ്പോൾ എനിക്ക് അവസാനമായി മറുപടി പറയേണ്ട ഒരേ ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ ഏരിയ കമ്മിറ്റി അംഗമോ എന്തോ ആവട്ടെ, ഞാൻ ഒരു മകനാണ്. മനസ്സിലായി? ഞാനൊരു മകനാണ്. എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം അമ്മയെ വിഷമിപ്പിക്കരുതെന്നാണ്. ആ അമ്മയെ വിഷമിപ്പിക്കാൻ ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാതെ എൻ്റെ മുകളിലേക്ക് ഏതൊക്കെ ആളുകൾ എന്തൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ, അതൊക്കെ പാർട്ടി പറയട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ ഉണ്ടാവട്ടെ. എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടുള്ളൂ. എൻ്റെ അമ്മ